ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പ് വടയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല മുരിഞ്ഞ പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് കുതിരാൻ ആവശ്യമായ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 3 മണിക്കൂർ വരെ കുതിരാൻ വെക്കണം. അതിനുശേഷം നമുക്ക് നന്നായി അരിച്ചെടുക്കണം. അങ്ങനെ ഈ കടലപ്പരിപ്പ് 3 മണിക്കൂർ വെച്ച് നന്നായി ഇത് പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് അധികം അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ചതച്ച പോലെയാണ് അരക്കേണ്ടത്, അധികം അരക്കറ്, എന്നാലേ ഇത് നന്നായിട്ട് വരൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം. കടലപ്പരിപ്പ് അരച്ചതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, സവാള, ഇഞ്ചി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ച് ചെറുതായി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ആക്കരുത്, ഇതേപോലെയാണ് വേണ്ടത്. അതേപോലെ പരിപ്പ് അധികം അരഞ്ഞു പോകരുത്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ആദ്യം തന്നെ ഇത് കുറച്ച് മാവെടുത്ത് ഇതേപോലെ ഉരുട്ടിയിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാൻ, എന്നാലേ പരത്തുമ്പം ശരിയാവുകയുള്ളൂ. ഇതേപോലെ ഉരുട്ടിയെടുത്ത ശേഷം കൈകൊണ്ട് മെല്ലെ ഇതേപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ ഇത് പരന്നു വരും. ഇതേപോലെ നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് വേണ്ടത്. ഇനി അടുത്തതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് വലിപ്പത്തിലും ആക്കാം, കുറച്ച് ചെറുതായിട്ടും ആക്കിയാൽ മതി. അടുത്തതും ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഇതാക്കി കൊടുത്താൽ മതി. ഇനി എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രേ ഇതിൽ കൊള്ളുകയുള്ളൂ. അടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇനി ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം കാണാം. ഇത് ചെറുതായി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി വേകാനുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.